ഹലോ ഗായ്സ്, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അച്ഛൻ അറിഞ്ഞിട്ടില്ല ഇതൊരു അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇന്നത്തെ ദിവസം രാവിലെ അച്ഛനെ കൊണ്ട് കോവിലിൽ അപ്പോൾ ഞാനും അമ്മയും കൂടെ കേക്ക് വാങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തറ എത്തിയിട്ടുണ്ട് ഗൈസ്. അമ്പലത്തറ മഫിൻ ഹൗസിൽ നിന്നാണ് ഗൈസ് ഞങ്ങൾ കേക്ക് വാങ്ങുന്നത്. ഞങ്ങൾ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല, ചെല്ലുന്നു, സ്പോട്ടിൽ കേക്ക് കാണുന്നു, വാങ്ങുന്നു, അങ്ങനെയാണ് ഗൈസ്. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. മാഞ്ചാണ് കേസ് വാങ്ങിച്ചത്. അത്രയും വലിയ എമൗണ്ട് ഒന്നുമില്ല, ഞങ്ങളൊരു ബഡ്ജറ്റിൽ ഉള്ളൊരു കേക്കാണ് വാങ്ങിച്ചത്. ഞാനും അമ്മയും വീട്ടിൽ നിന്ന് കള്ളത്തരം പറഞ്ഞാണ് ഇറങ്ങിയത്, കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇനി അച്ഛൻ അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ഗൈസ്. അച്ഛൻ ഫ്രണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം അച്ഛൻ കണ്ടില്ലെങ്കിൽ കേക്കാണോ ഗൈസ്. ഇത്ര നേരമായിട്ട് അച്ഛൻ അറിഞ്ഞിട്ടില്ല. കേക്ക് മുറിക്കുള്ള സമയമുണ്ട്. സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ആകെ എനിക്കും അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും മാത്രമേ കാര്യം അറിയാവൂ കേസില്ല, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം അച്ഛൻ നോർമലി ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും അമ്മയും ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കേക്ക് മുറിക്കുന്നതിലോട്ട് പോകാം. കണ്ടുപിടിച്ച് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാര്യ മോളും കൂടെ ചേർന്ന് ഇത് രണ്ടും കൂടെ പ്ലാൻ ചെയ്തത് ഞാനും അറിഞ്ഞില്ല. നമ്മളെ പെണ്ണിനെ ചെയ്യാൻ പറ്റില്ല, വലിയ വലിയ സമ്മാനങ്ങളൊന്നും വാങ്ങി തരാനുള്ള നിവൃത്തിയൊന്നുമില്ല. ചെറിയൊരു എന്തായാലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യ മോളും കൂടെ ചേർന്ന് ബർത്ത്ഡേ കേക്ക് മാറ്റി വന്ന് അപ്പോൾ ഞാൻ കേക്ക് കെട്ടിയാൻ പോകുന്നു. Happy birthday to you, happy birthday to you, happy birthday Jeta, happy birthday to you. അപ്പോൾ ഗൈസ്, അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.